സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. തട്ടിക്കൊണ്ടുപോകലിന് 6 വർഷത്തിനു ശേഷം മിഷൻ ദൗത്യം പുനരാരംഭിക്കാൻ ഫാദർ പിയർ നൈജീരിയൻ മടങ്ങിയെത്തി. നിയാമി. നൈജീരിയയിലും മാലിയിലുമായി ഇസ്ലാമിക തീവ്രവാദികളുടെ തടവിൽ കഴിഞ്ഞ വർഷം മോചിതനായ ഇറ്റാലിയൻ മിഷണറി വൈദികൻ ഫാദർ പിയർ ലൂയിജി മക്കാലി തന്റെ മിഷൻ ദൗത്യം പുനരാരംഭിക്കാൻ നൈജീരിയയിൽ മടങ്ങിയെത്തി. 2018 സെപ്റ്റംബർ 17-നാണ് സൊസൈറ്റി ഓഫ് ആഫ്രിക്കൻ മിഷൻസ് സന്യാസ സമൂഹാംഗമായ ഫാദർ മക്കാലിയെ സൗത്ത് വെസ്റ്റ് നൈജറിലെ തന്റെ ഇടവകയിൽ നിന്നും അൽഖ്വയ്ദയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ജിഹാദികൾ കടത്തിക്കൊണ്ടുപോകുന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം 2020 ഒക്ടോബർ 8-ന് അദ്ദേഹവും ഇറ്റലി സ്വദേശി തന്നെയായ നിക്കോള ചിയാസയോയും ഉൾപ്പെടെ 4 പേർ വടക്കൻ മാലിയിൽ നിന്നും മോചിക്കപ്പെടുകയായിരുന്നു. ഇവരെ നേരെ റോമിലേക്കാണ് എത്തിച്ചത്. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹനത്തിനും സാക്ഷ്യം വഹിക്കണമെന്ന് തന്നെയാണ് ഒരു മിഷണറി എന്ന നിലയിൽ ഇപ്പോഴും തന്റെ ആഗ്രഹമെന്ന് പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ഫാദർ മക്കാലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം നൈജറിൽ മടങ്ങിയെത്തിയപ്പോൾ വൈദികന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. അത്താഴത്തിന് മുൻപ് തന്റെ സഹപ്രവർത്തകനായ വൈദികൻ ഫാദർ മൗറോ അർമാനിനോ വീട്ടിലേക്ക് തിരികെ സ്വാഗതം എന്ന വാക്കുകളോടെയാണ് തന്നെ വരവേറ്റതെന്ന് ഫാദർ പിയർ ലൂയിജി പറയുന്നു. നഗരത്തിലെ താമസമൊരുക്കി നിയാമിലെ ബിഷപ്പ് ജാൽവാന ലോറന്റ് ലോപ്പോ എന്നെ ക്ഷണിച്ചിരുന്നു. എന്റെ വരവ് അറിഞ്ഞിരുന്ന പഴയ പരിചയക്കാരെയും അടുത്ത സഹപ്രവർത്തകരെയും ഇവിടെ കാണാൻ സാധിച്ചു. ദീർഘകാലമായി കാത്തിരുന്നതും പ്രതീക്ഷിക്കുന്നതുമായ ഒരു കണ്ടുമുട്ടൽ അനശ്വരമാക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നുവെന്നും സെപ്റ്റംബർ 21-ന് ശനിയാഴ്ച വൈകുന്നേരം നടന്ന വിശുദ്ധ കുർബാനയിൽ പുതുതായി പട്ടം സ്വീകരിച്ച വൈദികർ നൃത്ത ചുവടുകളോടെയാണ് വരവേറ്റതെന്നും ഫാദർ പിയർ ലൂയിജി പറയുന്നു. വെല്ലുവിളികളെ അതിജീവിച്ച് അനേകർക്ക് ക്രിസ്തുവിനെ പകരാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറ്റലിയിലെ ക്രീമ സ്വദേശിയായ ഫാദർ പിയർ. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.